തന്നെ മൂലക്കിരുത്തിയാൽ കോൺഗ്രസ് പാർട്ടി വിടുമെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചതായി സൂചന. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനും ഫിറ്റില്ലെന്ന് ലേബലടിച്ച് മൂലക്കിരുത്താനും കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പ് ശ്രമിക്കുന്നുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. ഇതാരൊക്കെയാണെന്നറിയാം, പക്ഷെ പറയില്ല. തനിക്ക് അസുഖമുണ്ട്, പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് വരുത്തി തീർക്കലാണ് ലക്ഷ്യം. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നതിന്റെ നേരിയ സൂചന പോലും 1.5 മണിക്കൂറോളം നടന്ന കൂടിക്കാഴ്ചയിൽ ഹൈക്കമാൻഡിൽ നിന്നുണ്ടായില്ല. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റില്ലെന്നാണ് ഉറച്ച വിശ്വാസം. കഴിവും പ്രാപ്തിയുമാണ് പ്രധാനം, അല്ലാതെ പ്രായവും എത്ര വർഷം എന്നതൊന്നുമല്ല. തനിക്ക് രോഗമുണ്ടെങ്കിൽ ചികിത്സ തേടില്ലേ? അത് ചെയ്യാതിരിക്കാൻ മാത്രം വിവരം കെട്ടവനാണോ താനെന്നും കെ സുധാകരൻ ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ചർച്ചകൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ആന്റണിയുടെ പേരും സണ്ണി ജോസഫിന്റെ പേരുമാണ് ഇപ്പോൾ അവസാനമായി കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും ഇവരെ അംഗീകരിക്കാൻ തയ്യാറല്ലെന്നാണ് സുധാകരന്റെ പ്രസ്താവനയിലൂടെ മനസ്സിലാകുന്നത്. സുധാകരന് അനുകൂലമായി ശശി തരൂരും കെ മുരളീധരനും രംഗത്തു വന്നിട്ടുണ്ട്. യുവാക്കളുടെയും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെയും വീരപുരുഷനാണ് കെ സുധാകരൻ. അടിക്ക് തിരിച്ചടി എന്ന നിലപാടുള്ള കോൺഗ്രസ് നേതാവിനെ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന ഭയവും നേതൃത്വത്തിനുണ്ട്. CPM-ന്റെയും BJP-യുടെയും വലയിൽ കെ സുധാകരൻ വീഴരുതെന്നും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആഗ്രഹമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തകർച്ചയ്ക്ക് ശേഷമാണ് കെ സുധാകരനെ കെ.പി.സി.സി പ്രസിഡന്റായി അവരോധിച്ചത്. പ്രവർത്തകരുടെ പൂർണ്ണ വികാരം മാനിച്ചായിരുന്നു സുധാകരന്റെ നിയമനം. നേതാക്കൾക്കും സുധാകരൻ വരുന്നതിനോട് അനുകൂലമായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റിയാണ് കെ സുധാകരൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അംഗത്ത് വന്നത്. CPM-ന് പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വളർച്ചയായിരുന്നു സുധാകരന്റേത്. പുനഃസംഘടനയിലും സംഘടനാ പ്രവർത്തനത്തിലും കോൺഗ്രസ് പ്രവർത്തകരെ ഒന്നിപ്പിക്കുന്നതിലും അപാരമായ പാടവമാണ് സുധാകരൻ കാഴ്ചവെച്ചത്. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവുമായുള്ള മുറുമുറുപ്പുണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ സുധാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് കഴിഞ്ഞു. തുടർന്ന് വന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് ഇലക്ഷനിലും മൃഗീയമായ ഭൂരിപക്ഷത്തോടെയാണ് കോൺഗ്രസ് സ്ഥാനങ്ങൾ നിലനിർത്തുകയും പിടിച്ചെടുക്കുകയും ചെയ്തത്. കാലഘട്ടത്തിൽ ഒട്ടേറെ രാഷ്ട്രീയപരമായ മുന്നോട്ടു പോക്കിന് കോൺഗ്രസ് സാക്ഷ്യം വഹിച്ചു. എന്നാൽ കെ.പി.സി.സി പ്രസിഡന്റിനെ മാറ്റുന്നതോടെ പാർട്ടിയിൽ തന്നെ 2 ഗ്രൂപ്പാകുമെന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. പാർട്ടി പിളരുമെന്ന രീതിയിൽ വരെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നു. സുധാകരൻ പാർട്ടി വിട്ട് മാറി നിൽക്കുമെന്നാണ് ഇവർ പറയുന്നത്. ചിലർ സുധാകരൻ BJP-യിലേക്ക് പോകുമെന്നും വിലയിരുത്തുന്നവരുണ്ട്. ഏതായാലും ഇന്നലത്തെ ചർച്ചകൾക്ക് ശേഷം BJP നേതാക്കൾ സുധാകരന് പിന്നാലെ കൂടിയിട്ടുള്ളതായും വിവരമുണ്ട്.